അപ്പം ഇതിന്റെ പേരിൽ കാര്യം എന്നാന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ കൺട്രീനെ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ നാട്ടിലൊരു സീരിയസ് മെഡിക്കൽ ഇഷ്യൂ വന്ന നമ്മുടെ ഈ രാഷ്ട്രീയക്കാരെ പോലെയുള്ളവരും സെലിബ്രിറ്റീസ് സിനിമാക്കാരെ പോലെയുള്ളവരൊക്കെ പൈസ ഉള്ളവർക്കൊരു ഡീറ്റെയിൽഡ് ആശുപത്രി പോക്കിനും കൺസൾട്ടേഷനും വേണ്ടിയിട്ട് അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ചാടിക്കയറി പോകാം. അതുപോലെ ഒരു സാധാരണക്കാരനെ എത്രമാത്രം പോസിബിൾ ആവുന്നുണ്ട്, അവൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശുപത്രിയിലേ പോകാൻ പറ്റുള്ളൂ. അതേസമയം നമുക്ക് ഈ വിദേശ രാജ്യത്ത് നമ്മൾ ഈ ഇതുപോലെയുള്ള രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ ഇപ്പം മെഡിക്കൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ചാടിക്കയറി നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലും പോയി നമ്മളെ ചികിത്സിക്കാനുള്ള ഒരു സാമ്പത്തിക ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്നത് ഈ രാജ്യങ്ങൾ തന്നെയാണ്. അപ്പം ആ ഒരു സാധനം കൂടെ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറവുകളും പോരായ്മകളും നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ ഉള്ളതുകൊണ്ട് എവിടെ വേണേലും പോയി ചികിത്സിക്കാമല്ലോ. അത് ഈ രാജ്യത്ത് ജോലി എടുക്കുന്നതുകൊണ്ടല്ലേ. അതും കൂടെ ഉണ്ട്. അതൊക്കെയാണ് മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, അല്ലേ?